ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ഞങ്ങളൊരു ടാക്സി കാറിൽ ദാൽ ലേക്കിന് സമീപത്തുള്ള റൂമിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ ആ മുറി നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. പൂക്കളുടെ തടാകം എന്നാണ് ദാൽ ലേക്കിനെ അറിയപ്പെടുന്നത്. ആദ്യ കാഴ്ചയിൽ എനിക്ക് വലിയ സുഖം തോന്നിയില്ല. നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ അത്ര പോരാ എന്നായിരുന്നു ഫീല്. കാശി പോയോ ദൈവമേ എന്ന ചിന്തയായിരുന്നു മനസ്സ് നിറയെ. ഒടുവിൽ ഞങ്ങളൊരു ഷിക്കാര സംഘടിപ്പിച്ച് അതിൽ കയറി. എങ്ങനെയോ കയറിപ്പറ്റി എന്ന് തന്നെ പറയണം. വസീം എന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ്റെ പേര്. ഷിക്കാര പതിയെ മുന്നോട്ടെടുത്തു. രാവിലെ 9:30 തിരുവനന്തപുരം പള്ളിച്ചൽ നിന്നാണ്. വൈകിട്ട് 6 മണിക്ക് ഇതാ കാശ്മീരിൽ ദാൽ ലേക്കിൽ. ഹോ, എന്തൊരു സുഖം! വള്ളം പതിയെ ലേക്കിന് അകത്തേക്ക് കടന്നു. പള്ളികളിൽ ബാങ്ക് വിളി കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, വളരെ സംഗീതാത്മകമാണത്. വശത്തായി ലേക്കിനോട് ചേർന്ന് താമസിക്കാനായി തടി കൊണ്ടുള്ള സ്റ്റേകളുണ്ട്, അതായത് റൂമുകൾ പോലെ. ജൂലൈ മാസമായതിനാൽ അത്യാവശ്യം ടൂറിസ്റ്റുകൾ മാത്രമേ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഭീകരാക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലവും കൂടി വായിക്കണം. ഒരാൾ മറ്റൊരു വള്ളത്തിൽ ഞങ്ങൾക്കടുത്തേക്ക് വന്നു. കാശ്മീരി ഖാവ വിൽക്കുന്നയാളാണ്. 50 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ഇദ്ദേഹം ഇവിടെ തണുപ്പ് കാലമാകുമ്പോൾ നമ്മുടെ വർക്കരയിൽ വന്ന് ജോലി കയറണ്ടത്രേ. മലയാളികളോടൊക്കെ എന്താ സ്നേഹം, നമ്മുടെ ഒരു പവറേ. കുറച്ചു നേരം അദ്ദേഹത്തോടൊപ്പം കേരളത്തെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ചും സംസാരിച്ചു. ഇന്ത്യയുടെ രണ്ടറ്റത്ത് കിടക്കുന്ന 2 തരം മനുഷ്യർ, ഉള്ളിൽ ഒരേ ചിന്ത, ഇന്ത്യ എന്ന രാജ്യം. എന്ത് രസമാണല്ലേ. कैसा है केरला? बहुत अच्छा लगा. मैं 4-5 सालों से उधर जा रहा हूँ. बेहतरीन लोग हैं वहाँ, बेहतरीन, शरीफ और एजुकेटेड. एक चमचा सर, चारों पियो कहवा, मजा है कहवे में. कहवा इंसान के लिए तो बेहतरीन चीज. क्या है? ड्राई फ्रूट्स है ना? हाँ, ड्राई फ्रूट, पिसा हुआ बादाम, ऊपर से रोज फ्लावर, कहवे के लिए स्पेशल. ഞങ്ങൾ 2 ഗ്ലാസ് വാങ്ങി പങ്കിട്ട് കുടിക്കാൻ തീരുമാനിച്ചു. ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാം, അത്രേ ഉണ്ടായിരുന്നു മനസ്സിൽ. കുറേ സാധനങ്ങൾ പാത്രത്തിലേക്കിട്ട് കലക്കുന്നത് കണ്ടു. നട്ട്സ്, ഫ്ലവേഴ്സൊക്കെയാണ്. സമീർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പല കടികിട പരിപാടികൾക്ക് ശേഷം സാധനം കയ്യിൽ തന്നു. കാണാൻ കൊള്ളാം. കാഴ്ചക്കാർക്ക് വേണ്ടി ഞാൻ ലൈറ്റ് ഇട്ട് കാണിക്കാം. ബദാം, റോസാപ്പൂ, പിന്നെ വേറെ എന്തൊക്കെയോ. കാണാൻ മാത്രമല്ല, രുചിയും സൂപ്പറാണ്. എൻ്റെ സുഹൃത്ത് ഉണ്ണി 3/4 കുടിച്ചിട്ട് 1/4 ഭാഗം എനിക്ക് തന്നു. ഉള്ളതാവട്ടെ. രാത്രി ആകുന്തോറും ഇവിടുത്തെ വൈബ് ആകെ മാറി വന്നു തുടങ്ങി. മാത്രമല്ല, കാലാവസ്ഥയിലും ചെറിയ മാറ്റങ്ങൾ. കാർമേഘങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. എതിരെ വന്ന 2 വള്ളങ്ങളെ കീറിമുറിച്ച് ഞങ്ങളുടെ തോണി മുന്നോട്ട് നീങ്ങി. തൊട്ടു തൊട്ടില്ല എന്ന അവസ്ഥയിലാണ് അവ നീങ്ങുന്നത്. വള്ളം ചെന്ന് നിൽക്കുന്നത് ഒരു സ്ട്രീറ്റിന് സമീപമാണ്. കശ്മീരിലെ വളരെ ഫേമസ് ആയ പഷ്മീന ഷോൾസ് ഇവിടെ വാങ്ങാൻ കിട്ടും. ഇടയ്ക്ക് 2 പേർ ഞങ്ങൾക്കൊപ്പം തുഴഞ്ഞെത്തി. അവർ കുൽഫി വിൽക്കുന്നവരാണ്. ഉഗ്രൻ ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി ഒരു 8-9 ദിവസം ഇവിടെ കറങ്ങി നടക്കാനുള്ളതാണ്. വയറിന് പണി കിട്ടുമോ എന്ന പേടി കാരണം ഞങ്ങൾ ആ മോഹം ഉപേക്ഷിച്ചു. ഈ ലൊക്കേഷനിലാണ്
നടൻ ഷാഹിദ് കപൂർ അഭിനയിച്ച ഹൈദർ എന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ അത് എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ചില കച്ചവട തന്ത്രങ്ങൾ. യാത്രയുടെ അന്ത്യത്തിൽ വന്ന വഴി തിരിച്ചു പോകുന്നതിന് പകരം വസീം ഭായി ഞങ്ങളെ കൊണ്ടുപോയത് മറ്റൊരു വഴിയിലാണ്. ഞങ്ങളുടെ സമ്മതം അതിനുണ്ടായിരുന്നു. പക്ഷേ അത് സഞ്ചാരികൾ അധികം സഞ്ചരിക്കാത്ത ഒരു വഴിയായിരുന്നു. ദൂരെ നമുക്കൊരു ശങ്കരാചാര്യ ക്ഷേത്രം കാണാൻ സാധിക്കും മലമുകളിൽ. അതാണ് തെളിവുള്ള ആകെ കാഴ്ച. കാലാവസ്ഥ മാറി. കാറ്റ് വീശി, ഇടിമിന്നലുണ്ടായി. ക്യാമറ ഓഫ് ചെയ്ത് ഞങ്ങൾ ആ വന്യത ആസ്വദിച്ചു കൊണ്ടിരുന്നു. കുറ്റാക്കൂറ്റിരുട്ട്. ഇരുട്ടത്ത് ദാലിൻ്റെ ഉൾഗ്രാമ കാഴ്ചകൾ. ദാൽ തടാകത്തെ ആശ്രയമാക്കി ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ. ഒപ്പം ഒരു ചെറിയ പാട്ട് മാത്രം, ഞങ്ങൾക്കറിയാത്ത ഒരു കാശ്മീരി ഗാനം.